മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരം മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ മറ്റു താരപുത്രന്മാരെക്കാളേറെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത സ്വഭാവക്കാരനായ ഒരു അത്ഭുത മനുഷ്യൻ. കൂടെ പ്രവർത്തിച്ചവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു ജിന്നാണ്. പ്രണവിനെ പോലെയാകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രണവിനെ പറ്റി മലയാളത്തിലെ മറ്റു അതുല്യ പ്രതിഭകൾ പറയുന്നത് ഇങ്ങനെയാണ്. മനോജ് കെ ജയൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെ: സിനിമയുടെ പോപ്പുലാരിറ്റി ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പ്രണവ്. ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം ഇനി അടുത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പ്രണവ് പറഞ്ഞു അത്രേ, പടം ഉടനെ ഇറങ്ങും, ഇറങ്ങിയാൽ കൂടുതൽ പേരെന്നെ തിരിച്ചറിയും, പിന്നെ എനിക്ക് പ്രൈവസി കിട്ടുമെന്ന് തോന്നുന്നില്ല, അതിന്റെ ഒരു ടെൻഷനുണ്ട്. കൂടുതലും പബ്ലിക് ബസ്സിലും കാൽനടയായും ഒക്കെ ലോകം കാണാനാണ് എന്റെ ആഗ്രഹം. ഇങ്ങനെയൊക്കെയാണ് പ്രണവിന്റെ രീതികൾ എന്നാണ് മനോജ് പറഞ്ഞത്. മറ്റൊരു ഇന്റർവ്യൂവിൽ മേജർ രവി പ്രണവിനെ പറ്റി പറയുകയുണ്ടായി. 18-ാം വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ അന്ന് പ്രണവിനോട് സുചിത്ര തന്റെ ടൊയോട്ട കൊറോള എന്ന വണ്ടി എടുത്തോളാൻ പറയുന്നു. അതെനിക്ക് വേണ്ടമ്മ എന്ന് അദ്ദേഹം സുചിത്രയോട് പറഞ്ഞു. എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോൾ പ്രണവ് ഒരു മാരുതി 800 എടുത്തു അത്രേ. AC പോലും വേണ്ട എന്നാണ് പ്രണവ് പറഞ്ഞത്. പ്രണവ് കുട്ടിയായിരുന്നപ്പോഴുള്ള ഒരു കഥ സിദ്ദിഖ് ഒരു ഇന്റർവ്യൂവിൽ ഓർത്തെടുത്ത് പറയുകയുണ്ടായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മോഹൻലാൽ ആയുർവേദ ട്രീറ്റ്മെന്റിലായിരുന്നു. ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സിദ്ദിഖ് അങ്ങോട്ടേക്ക് പോയി. അപ്പോ അവിടെ വന്നിട്ടുണ്ട്. സിദ്ദിഖ് നോക്കുമ്പോൾ എവിടേക്കോ പോയിട്ട് ഓടി വരുന്നുണ്ട്. മോൻ എവിടെ പോയതാ എന്ന് കൊച്ചു പ്രണവിനോട് സിദ്ദിഖ് ചോദിച്ചപ്പോൾ പ്രണവ് പറഞ്ഞുവത്രേ, ഞാനൊരു അണ്ണാൻ കുഞ്ഞിനെ കാണാൻ പോയതാണ്. അത്തരത്തിലുള്ളതൊക്കെ വലിയ ഇഷ്ടമാണ് പ്രണവിനെന്ന് അന്ന് മോഹൻലാൽ സിദ്ദിഖിനോട് പറയുകയുണ്ടായി. പ്രണവിനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. മറ്റുള്ള താരപുത്രന്മാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ് പ്രണവ്. കൂടാതെ ഏറ്റവും ലളിതമായ ജീവിത രീതിയും. ഇതൊക്കെയാണ് പ്രണവിനെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം.